വെൽക്കം ടു മാത്തസിസ് ഓൺലൈൻ ക്ലാസ്. അപ്പം നമ്മൾ ഒ ഡി ആണ് പഠിച്ചത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഒ ഡിയുടെ ഫസ്റ്റ് ഭാഗം ബ്രോൺസ്കിയനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിലെ അടുത്ത ഭാഗം സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ഡി എന്ന് നിങ്ങൾ ടൈറ്റിൽ കാണുന്നുണ്ടാവും, ഡി ഇ, അത് ഷോർട്ട് ഫോം ആയിട്ടിട്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ്. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷൻ തന്നാൽ അതിൻ്റെ സൊല്യൂഷൻ കാണുന്ന വിധമാണ് ഈ സെക്ഷനിൽ നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എളുപ്പമുള്ളൊരു മേഖലയാണത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ എളുപ്പമാണെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഞാനൊരു ടേബിൾ വരച്ചൊക്കെ കാണുന്നുണ്ടാവും അല്ലേ? ഈ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ റൂട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ റൂട്ട്സിൻ്റെ താഴെ 3 കാറ്റഗറീസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ, റൂട്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, ദാറ്റ് ഈസ് M1 നോട്ട് ഈക്വൽ ടു M2. അതായത് ഇവിടെ നമുക്ക് സെക്കൻഡ് ഓർഡർ ആണല്ലോ. സെക്കൻഡ് ഓർഡർ നമുക്കൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ, ഒരു PD തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ ആദ്യം പ്രിപ്പയർ ചെയ്യും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആദ്യം പ്രിപ്പയർ ചെയ്യും. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ഒരു പക്ഷേ ഈക്വൽ ആവും, ചിലപ്പോൾ ഇമാജിനറി ആവും, ചിലപ്പോൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആവും, ഈക്വൽ അല്ലാത്ത കേസ് വരും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എങ്ങനെ എഴുതണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് 2 റൂട്ട്സ് ആണ്, അത് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് M1 നോട്ട് ഈക്വൽ ടു M2. ദെൻ അത്തരം കേസിൽ y എന്ന് പറയുന്ന ജനറൽ സൊല്യൂഷൻ എങ്ങനെ നമ്മൾ എടുക്കുക? C1 e raised to m1x plus C2 e raised to m2x. ഓക്കെ അല്ലേ? C1 e raised to m1x plus C2 e raised to m2x. ഇനി അഥവാ അത് രണ്ടും ഈക്വൽ ആണെങ്കിലോ, അങ്ങനത്തെ കേസ് ഇഷ്ടം പോലെ വരാറുണ്ട് അല്ലേ? 2 റൂട്ട്സും സെയിം ആയിട്ട് വരിക, ഈക്വൽ റൂട്ട്സ് എന്ന് പറയാം. അപ്പോൾ y അഥവാ ജനറൽ സൊല്യൂഷൻ C1 പ്ലസ് C2 x ഇൻറ്റു ഇ റൈസ് ടു mx, M1 M2 എന്നുള്ള ഡിഫറൻസ് അവിടെ വരില്ല. അപ്പോൾ C1 പ്ലസ് C2 x ഇൻറ്റു ഇ റൈസ് ടു mx. ഇനി കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിലോ, അതായത് 1 ആൽഫ പ്ലസ് ഐ ബീറ്റയും 1 ആൽഫ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ y അഥവാ ജനറൽ സൊല്യൂഷൻ എന്ത് വരും? ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. അപ്പോൾ ഈ റിസൾട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് പഠിക്കാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി സോൾവ് ചെയ്യാനൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിക്കുക. ക്ലിയർ? അപ്പം നമ്മൾ M1 M2 ഒക്കെ എന്തൊക്കെയെന്ന് എഴുതിയില്ലേ? പക്ഷേ ആരാണ് ഈ M1 M2 എവിടുന്നാന്നുള്ളത് നമ്മൾ ശരിക്കും പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞു ഒരു ഓക്സിലറി ഇക്വേഷൻ എന്നുള്ള പേര് ഞാനിവിടെ സൂചിപ്പിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ആരുടെ ഓക്സിലറി ഇക്വേഷൻ, ആരുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഒരു ഫോമിലാന്ന് വിചാരിക്കുക: y ഡബിൾ ഡാഷ് പ്ലസ് AY ഡാഷ് പ്ലസ് BY ഈക്വൽ ടു 0, വേർ A, B ആർ കോൺസ്റ്റൻസ്. ഇതാണ് നമ്മളെ ആ ടൈറ്റിലിൽ പറഞ്ഞ പോലത്തെ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ എഴുതട്ടോ അതിനെ? ഓർ d² y ബൈ dx² പ്ലസ് A dy ബൈ dx പ്ലസ് B y ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ജനറലായിട്ട് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഓക്സിലറി ഇക്വേഷനെ എഴുതണം അല്ലേ? അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മളതിനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ എഴുതാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ആണല്ലോ. അപ്പോൾ സെക്കൻഡ് ഓർഡറിനെ നമ്മൾ m² കൊണ്ട് റീപ്ലേസ് ചെയ്യാം. m² പ്ലസ് A, അത് ഇതേപോലെ തന്നെ എഴുതാം. ഫസ്റ്റ് ഓർഡറിനെ y ഡാഷിനെ നമ്മൾ m കൊണ്ട്, അപ്പോൾ ഫസ്റ്റ് ഓർഡറിനെ m കൊണ്ട്, അതായത് y ഡാഷോ dy ബൈ dx ഉണ്ടെങ്കിൽ m കൊണ്ട്, d² ബൈ dx² അല്ലെങ്കിൽ y ഡബിൾ ഡാഷ് ഉണ്ടെങ്കിൽ m² ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ AM പ്ലസ് B ഇത്രേ ഉള്ളൂ, ഈക്വൽ ടു 0. ആ വൈനോടൊന്നും ചെയ്യണ്ട കേട്ടോ, എടുക്കണ്ട. അപ്പോൾ m² പ്ലസ് AM പ്ലസ് B ഈക്വൽ ടു 0. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റൂട്ട്സ് ആണ് നമ്മൾ ഈ സൂചിപ്പിക്കുന്ന M1 M2 ഒക്കെ, കണ്ടോ? അപ്പോൾ ഈ റൂട്ട്സ് നമ്മൾ നേരത്തെ എഴുതിയ പോലത്തെ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് റൂട്ട്സ് കിട്ടുമല്ലോ.
ആ റൂട്ട്സിൻ്റെ 3 കാറ്റഗറിയാണ് നമ്മൾ ഈ പരിശോധിച്ചത്. ഓക്കെ അല്ലേ? ഇത് വന്നാൽ ഇതായിരിക്കും സൊല്യൂഷൻ, ഇത് വന്നാൽ ഇതായിരിക്കും സൊല്യൂഷൻ, ഇങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും സൊല്യൂഷൻ എന്നുള്ളത്. അത് പഠിച്ചാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ്റെ കിടക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് d²y/dx² - 3dy/dx + 2y = 0. ഇതിനാണ് നമ്മൾ ആ ടൈറ്റിലിൽ സൂചിപ്പിച്ച പോലെ സെക്കൻഡ് ഓർഡർ. കണ്ടോ, ഇതിൻ്റെ ഓർഡർ എത്രയാണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ അകത്തെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ അതാണ്. ഇവിടുത്തെ ഡെറിവേറ്റീവ്സ് തേമ ഏതൊക്കെയാണ്? dy/dx ഉണ്ട്, d²y/dx² ഉണ്ട്. ഇതിൽ ഹയസ്റ്റ് ഓർഡർ ഏതാണ്? സെക്കൻഡ് ഓർഡർ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാൽ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റ്, ഇവിടെയൊക്കെ കണ്ടോ 3, 2 ഒക്കെയാണുള്ളത്, അല്ലാതെ എക്സും വൈ ഒന്നുമില്ല, തന്നാൽ സോൾവ് ചെയ്യുന്ന വിധമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓക്സിലറി ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാം. എന്താണ് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്കൻഡ് ഓർഡറിനെ m² കൊണ്ട് റീപ്ലേസ് ചെയ്യാം. m² കൊണ്ട് റീപ്ലേസ് ചെയ്യാം. -3 കോൺസ്റ്റൻ്റ് അതേപോലെ തന്നെ എഴുതാം കേട്ടോ. ഫസ്റ്റ് ഓർഡറിനെ m കൊണ്ട് റീപ്ലേസ് ചെയ്യാം. m പ്ലസ്, അപ്പോൾ ഫസ്റ്റ് ഓർഡറിനെ m കൊണ്ട്, സെക്കൻഡ് ഓർഡറിനെ m² കൊണ്ട്, ഇനി ഒരു പക്ഷേ തേർഡ് ഓർഡർ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ m³ കൊണ്ട് ആണ് അവിടെ ചെയ്യേണ്ടത്. ഇനി നമുക്കുള്ളത് y ടേം ആണ് അല്ലേ? y ടേമിൻ്റെ അവിടെ കൂടുതൽ കോയിഫിഷ്യൻ്റ് എഴുതി കൊടുക്കുക. +2 = 0. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എഴുതേണ്ട എന്താണ്? ഓക്സിലറി ഇക്വേഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്കൊന്നുകൂടെ എഴുതാം. ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ എഴുതിയാൽ മതി കേട്ടോ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് എന്താ വരിക? m² - 3m + 2 = 0. കണ്ടോ? ഇനി ഇത് നിങ്ങൾ സോൾവ് ചെയ്യാം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഒന്നുകിൽ -b ± ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മളെ കാൽക്കുലേറ്ററിലുണ്ട് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററിൽ ഏതും ചെയ്യാമല്ലോ. അപ്പോൾ ഒരു കൃത്യമായിട്ട് ആൻസർ തരും. അപ്പോൾ അത് നമ്മുടെ സൗകര്യം പോലെ കേട്ടോ. അപ്പോൾ ഈ സാധനം എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റൂട്ട്സ് കാണുക എന്നുള്ളതാണ്. റൂട്ട്സ് മാനുവലായിട്ട് കാണണമെന്നില്ല, കാരണം നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന പോയിൻ്റ് അല്ലേ. അതൊന്നും ഇവിടുത്തെ ഒരു ബേസിക്സ് നെസസറി സ്റ്റെപ്പായിട്ട് കൂട്ടൂല. അപ്പോൾ നിങ്ങളൊന്നെങ്കിലും സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടാൽ മതി, അല്ലെങ്കിൽ മാനുവലായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ മാനുവലായിട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ -b ± ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ +2, ആഡ് ചെയ്താൽ -3, മൾട്ടിപ്ലൈ ചെയ്താൽ +2, ആഡ് ചെയ്താൽ -3, അതൊക്കെ വരും -1ഉം -2ഉം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്താൽ +2 ആണ്, ആഡ് ചെയ്താൽ -3 ആണ്. അത് നമ്മൾ എമ്മിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എമ്മിൻ്റെ കൂടെ -1 എന്ന് പറഞ്ഞാൽ m-1 ഇൻറ്റു എമ്മിൻ്റെ കൂടെ -2 എന്ന് പറഞ്ഞാൽ m-2 = 0. ഇങ്ങനെയാണ് ഫാക്ടറൈസേഷൻ ചെയ്യുക കേട്ടോ. ദിസ് ഇംപ്ലൈസ് ഒരു പ്രൊഡക്റ്റ് 0 ഉള്ള കണ്ടീഷൻ നമുക്കറിയാം. ഒന്നുകിൽ ഫസ്റ്റ് 0 ആവണം, അല്ലെങ്കിൽ സെക്കൻഡ് ടേം 0 ആവണം. കറക്റ്റ് അല്ലേ? ദിസ് ഇംപ്ലൈസ് m = 1 ഓർ m = 2. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന് നമുക്ക് 2 റൂട്ട്സ് നമുക്കറിയാമല്ലോ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന് 2 റൂട്ട്സ് വരെ ഉണ്ടാവാം എന്നാണ് അല്ലേ. ഇനി ഇവിടെ കിട്ടിയ റൂട്ട്സിൻ്റെ നേച്ചർ നോക്കാം. അപ്പോൾ നമുക്ക് നേച്ചർ അനുസരിച്ച് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ എഴുതേണ്ടത് നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു ടേബിൾ നോക്കി പഠിച്ചു അല്ലേ. ഓക്കെ അല്ലേ? ഇതാണ് ആ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റൂട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ, അതായത് m1 ≠ m1 m2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൂട്ട്സ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് രണ്ടും സെയിം അല്ല എന്നുണ്ടെങ്കിൽ അത്തരം കേസിലൊക്കെ ജനറൽ സൊല്യൂഷൻ എന്താ വരിക? y = c1 e⁻m1x + c2 e⁻m2x ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഏത് കേസാണ് നോക്കുക. പിന്നൊരു കേസ് റൂട്ട്സ് സെയിം ആയിട്ട് വരിക, ഈക്വൽ റൂട്ട്സ് ആവുക. പിന്നൊരു കേസ് i വരിക, അതായത് ഇമാജിനറി വരിക. ഓക്കെ അല്ലേ? ഇവിടെ ഏത് കേസാണ് നോക്കാം നമുക്ക്. ഇവിടെ ഇമാജിനറി വരുന്നുണ്ടോ? i വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഈക്വൽ ആണോ? അല്ല. 1 1ഉം 1 2 ആണ്. അപ്പോൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്നതിന് പറയാം. ഓക്കെ അല്ലേ? 2 വ്യത്യസ്തമായിട്ടുള്ള റൂട്ട്സ്. അപ്പോൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ എങ്ങനെ നമ്മൾ എഴുതേണ്ടത്? ദെയർഫോർ ജനറൽ സൊല്യൂഷൻ y = c1 e⁻m1x + c2 e⁻m2x. ആരാണ് m1 m2? റൂട്ട്സ്.
ഒരാളെ M1 ആയിട്ടും ഒരാളെ M2 ആയിട്ട് എടുക്കുക. അതാരെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഓർഡർ ഒന്നുമില്ല കേട്ടോ. ഒരാളെ M1 ആയിട്ടും മറ്റേ ആളെ M2 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ M1 ആയിട്ട് 1നെ ചൂസ് ചെയ്യുന്നു, M2 ആയിട്ട് 2നെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ C1 e⁻1x അഥവാ x പ്ലസ് C2 e⁻M2 2x. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ ഈ പ്രോബ്ലം അനുസരിച്ച് കിട്ടുക. ഓക്കെ അല്ലേ? സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് d²y/dx² പ്ലസ് 10dy/dx പ്ലസ് 25y = 0. വീണ്ടും നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റ്. ഇതാണ് സാധനം കേട്ടോ. കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, വൈൻ്റെ കൂടെ 25, dy/dxൻ്റെ കൂടെ 10. അതാണ് ആ കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ നീട്ടി പറയേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഓക്സിലറി ഇക്വേഷൻ എഴുതും. ഇവിടെ എന്താണ് ഓക്സിലറി ഇക്വേഷൻ വരിക? m² പ്ലസ് 10m പ്ലസ് 25 = 0. ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്യുക. ഒന്നുകിൽ നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മാനുവലായിട്ട് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ 25, ആഡ് ചെയ്താൽ 10. ഏതൊക്കെയാണ് പോസിബിലിറ്റീസ്? മൾട്ടിപ്ലൈ ചെയ്താൽ 25, ആഡ് ചെയ്താൽ 10. 5ഉം 5ഉം അല്ലേ? ഇനി ചിഹ്നം നോക്കണം. ഗുണിച്ചാലും പോസിറ്റീവ്, ആഡ് ചെയ്താലും പോസിറ്റീവ്. അപ്പോൾ 5ഉം 5ഉം തന്നെയാണ്. കൂട്ടിയാൽ 10ആണ്, ഗുണിച്ചാൽ 25ആണ് അല്ലേ? അപ്പോൾ എമ്മിനോട് കൂടെ ചേർത്ത് എഴുതുക. അപ്പോൾ m വിത്ത് +5, m +5 ഇൻറ്റു m വിത്ത് +5 again, m +5 = 0. ഓക്കെ, that implies m +5 = 0 or m +5 = 0. രണ്ടും സെയിമാണ് വരുന്നത് അല്ലേ? that implies m = -5 or m = -5. ഓക്കെ അല്ലേ? അപ്പോൾ ഈക്വൽ റൂട്ട്സ് ആണ് ഇവിടെ. m = -5, -5. ക്ലിയർ അല്ലേ? അപ്പോൾ -5 -5 എന്നുള്ള ഈക്വൽ റൂട്ട് കേസാണ് ഇവിടെ വരുന്നത് അല്ലേ? ഇതാണ് ഈക്വൽ റൂട്ട്സ്. അപ്പോൾ ഈക്വൽ റൂട്ട്സ് ആകുമ്പോൾ എങ്ങനെയാണ് സൊല്യൂഷൻ എന്ന് നമ്മൾ നേരത്തെ എഴുതി വെച്ചാണ്. എങ്ങനെ y = C1 + C2x e⁻mx. അവിടെ m എന്നാണ് പറയുക. അപ്പോൾ m എന്ന് പറഞ്ഞാൽ കോമൺ റൂട്ട്, ആ ഈക്വലായിട്ട് വരുന്ന ആ സാധനം. ഓക്കെ അല്ലേ? ആ വാല്യൂ. therefore y = C1 + C2x e⁻mx. m means -5. ഇതാണ് നമുക്ക് സൊല്യൂഷനായിട്ട് വരിക. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ്, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y - 4y' + 5y = 0. ഓക്കെ, സോ വൺസ് അഗെയിൻ നമ്മൾ ഓക്സിലറി ഇക്വേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ m² y' m² കൊണ്ട് -4y' m കൊണ്ട് പ്ലസ് വൈൻ്റെ അവിടെ കോയിഫിഷ്യൻ്റ് എഴുതുക 5 = 0. ഓക്കെ അല്ലേ? സോ വൺസ് അഗെയിൻ സോൾവ് ചെയ്യാം. ഒന്നുകിൽ ഫാക്ടറൈസ് നിങ്ങൾ ഏറ്റവും നല്ലത് സയൻറ്റിഫിക് ചെയ്താൽ മതി കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ആൻസർ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ 5ഉം ആഡ് ചെയ്താൽ -4ഉം, മൾട്ടിപ്ലൈ ചെയ്താൽ +5ഉം ആഡ് ചെയ്താൽ -4ഉം കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് വരണം? അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവില്ല അല്ലേ? മൾട്ടിപ്ലൈ ചെയ്താൽ 5ഉം ആഡ് ചെയ്താൽ -4ഉം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് റൂട്ട്സ് എന്താണ് വരുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്ത് നോക്കുക തന്നെ വേണം. അപ്പോൾ ഒന്നെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ -b + or - ഉപയോഗിക്കാം. അപ്പോൾ m = -b -4 + or - √b² -4ac 4 × 1 × 5 all divided by 2a. that implies m = മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും അല്ലേ? അപ്പോൾ 4 + or - -4ൻ്റെ സ്ക്വയർ 16 -4 × 1 × 5 4 × 5 20. ശരിയല്ലേ? ഓൾ ഡിവൈഡഡ് ബൈ 2a 2. ദാറ്റ് ഈക്വൽ ടു 4 + or - √-4 ഓൾ ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ? ദാറ്റ് ഈക്വൽസ് 4 + or - റൂട്ടിനുള്ളിൽ മൈനസ് വരുമ്പോഴാണ് നമ്മൾ i എന്ന പേര് കൊടുക്കുക അല്ലേ? i എന്ന ഇമാജിനറി വരും.
സോ വാട്ട് ഈസ് റൂട്ട് ഫോർ? 2. അപ്പോൾ 2i ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈക്വൽസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 4 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 2 ഓർ 4 മൈനസ് 2i ഡിവൈഡഡ് ബൈ 2. സോ വാട്ട് ദാറ്റ് ഈക്വൽ ടു, ഫസ്റ്റ് പാർട്ട് രണ്ടിലും 2 കോമൺ അല്ലേ, ആ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 പ്ലസ് 2 പ്ലസ് i ഓൾ ഡിവൈഡഡ് ബൈ 2 ഓർ വൺസ് അഗൈൻ 2 മൈനസ് i, ശരി ഗുണിച്ചാൽ കറക്റ്റ് അല്ലേ വരുന്നത്, ബൈ 2 വെട്ടിക്കളയാം, 2 വെട്ടിക്കളയാം, ബാക്കി ആരൊക്കെ ഉണ്ടാവും? therefore m ഈക്വൽ ടു 2 പ്ലസ് i അതേപോലെ 2 മൈനസ് i. നമ്മളിതിനെ 2 പ്ലസ് ഓർ മൈനസ് i എന്നാണ് ജനറലി പറയാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ 2 പ്ലസ് ഐയും 2 മൈനസ് ഐയും, ഇതിനാണ് നമ്മൾ കോംപ്ലക്സ് റൂട്ട്സ് എന്ന് പറയാം. അപ്പോൾ കോംപ്ലക്സ് റൂട്ട്സിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൽഫ പ്ലസ് ഐ ബീറ്റയും ആൽഫ മൈനസ് ഐ ബീറ്റയും. ഓക്കെ അല്ല? ആൽഫ പ്ലസ് ഐ ബീറ്റയും ആൽഫ മൈനസ് ഐ ബീറ്റയും. അപ്പോൾ ഇത് ഏതാണ് കേസ്? നമ്മുടെ മൂന്നാമത്തെ കേസ് അല്ലേ? മൂന്നാമത്തെ കേസ് അനുസരിച്ച് നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ വരിക? y ഈക്വൽ ടു ഇ റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1 കോസ് ബീറ്റ എക്സ് പ്ലസ് c2 സൈൻ ബീറ്റ എക്സ്. അപ്പോൾ ആൽഫയും ബീറ്റയും ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും അത്രയേ ഉള്ളൂ. ആൽഫ റിയൽ പാർട്ട്, ബീറ്റ അതിൻ്റെ ഇമാജിനറി പാർട്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരും? അപ്പോൾ ആരാണ് ഇവിടെ ആൽഫ, ആരാണ് ബീറ്റ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? 2 പ്ലസ് ഐയും 2 മൈനസ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ജനറലായിട്ട് 2 പ്ലസ് ഓർ മൈനസ് ഐ എന്നാണ് വായിക്കുക അല്ലേ? അപ്പോൾ ആൽഫൻ്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് 2 ആണ്, ബീറ്റൻ്റെ സ്ഥാനത്ത് വരുന്നത് ആരാണ്? 1 ആണ്. നിങ്ങൾ ആ ചിഹ്നം ബോധർ ചെയ്യണ്ട. 2 പ്ലസ് ഓർ മൈനസ് ഐ എന്നുള്ളതിൽ 2ഉം 1iയും അങ്ങനെ വായിക്കാം കേട്ടോ. അപ്പോൾ ആൽഫൻ്റെ സ്ഥാനത്ത് 2 ആണ്, ബീറ്റൻ്റെ സ്ഥാനത്ത് ഐൻ്റെ കൂടെയുള്ള ആൾ 1. പ്ലസ് ഓർ മൈനസ് ഒന്നും എടുക്കണ്ട, 1 ഓൺലി പോസിറ്റീവ് വാല്യൂ. അപ്പോൾ 2 1 ഓക്കെ അല്ലേ? പോസിറ്റീവ് മീൻസ് ഈ പ്ലസ് ഓർ മൈനസിൻ്റെ കൂടെ ഉള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ അത് -2 ആണെന്നുണ്ടെങ്കിൽ ആൽഫ -2 കൊടുക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ റിയൽ പാർട്ട് അങ്ങനെ പറയാം നമ്മൾ. ആൽഫ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട്, ഒരു കോംപ്ലക്സ് നമ്പർ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? ഐ ഇല്ലാത്ത പാർട്ട് 2. ബീറ്റ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട്, അതിൻ്റെ കൂടെ ഉള്ളത് ഇവിടെ 1. ഓക്കെ അല്ലേ? therefore solution y ഈക്വൽ ടു e raised to alpha x, that is e raised to 2x into c1 cos beta 1 ആണ് 1x x plus c2 sin beta 1 ആണ് x. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. y ഈക്വൽ ടു e raised to x into c1 cos x plus c2 sin x. അപ്പോൾ നമ്മൾ 3 കേസിലുള്ള പ്രോബ്ലം ചെയ്തു അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ റോൺസ്കിയൻ കറസ്പോണ്ടിങ് ടു ദ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് 2y പ്ലസ് y ഈക്വൽ ടു 0. ഇത് സത്യം പറഞ്ഞാൽ ഈ സെക്ഷനും നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റോൺസ്കിയനും തമ്മിലും കൂടെ മിക്സ് ചെയ്തതാണ് അല്ലേ? മിങ്കിൾ ചെയ്തതാണ്. കാരണം എന്താ? റോൺസ്കിയൻ പഠിച്ചത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിലാണ്. പിന്നെ ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവം എന്താണ്? നമുക്ക് കണ്ടെത്തേണ്ടത് റോൺസ്കിയനാണ്. പക്ഷെ ആരുടെ റോൺസ്കിയനാണ്? ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും, ആ സൊല്യൂഷൻ്റെ റോൺസ്കിയനാണ് കണ്ടെത്തേണ്ടത്. ആദ്യം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഡിയ ഉപയോഗിച്ചിട്ട് ഇതൊരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. m² -2m + 1 = 0. കാരണം വൈൻ്റെ കൂടെ 1 ഉണ്ട്, 1 × y എന്നാണല്ലോ അത്. ഓക്കെ അല്ലേ? ഞാനില്ലെങ്കിൽ 1 ഉണ്ടാവുമല്ലോ. സോൾവ് ചെയ്യാം. അപ്പോൾ എന്താ സോൾവ് ചെയ്താൽ വരിക? മൾട്ടിപ്ലൈ ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ +1 ആഡ് ചെയ്താൽ -2. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി. m² -2m + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എക്സ്പാൻഷൻ m - 1 ഹോൾ സ്ക്വയർ a - b ഹോൾ സ്ക്വയർ = 0. ഞാൻ അതിലൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാലും മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഗുണിച്ചാൽ ഗുണിച്ചാൽ +1 കൂട്ടിയാൽ -2, -1ഉം -1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ്, ആഡ് ചെയ്താൽ -2 ആണ് അല്ലേ? അപ്പോൾ m - 1 × m - 1 = 0, which implies m - 1 = 0 or m - 1 = 0. That implies m = 1, m = 1, 1, 1. ഇതാണ് നമ്മൾ ഈക്വൽ റൂട്ട്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈക്വൽ റൂട്ട്സ് ആയതുകൊണ്ട് നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ വരിക? ദെർഫോർ y ഈക്വൽ ടു c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റൈസ് ടു എം എക്സ് എന്ന് വരെ അല്ലേ. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺ റൂട്ട് ദാറ്റ് ഈസ് 1 ദാറ്റ് ഈക്വൽ ടു c1 പ്ലസ് c2 എക്സ് ഇൻറ്റു c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ഇതാണ് നമ്മളെ ജനറൽ സൊല്യൂഷൻ വരുന്നത്. ഇനി ഈ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോൺസ്കിയൻ കാണാനാണ് ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത് അല്ലേ. നമുക്കറിയാം റോൺസ്കിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫംഗ്ഷൻ തന്നാൽ y1 y2 തന്നാൽ y1 ഡാഷും y2 ഡാഷും കൂടെ കണ്ടിട്ട് ഒരു ഓർഡർ ടു ഡിറ്റർമിനൻറ്റ് ഫോം ചെയ്യുക, അത് എക്സ്പാൻഡ് ചെയ്യുക. അതാണ് റോൺസ്കിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റോൺസ്കിയൻ നമ്മൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഫംഗ്ഷൻ വേണം. ആരൊക്കെയാണ് രണ്ട് ഫംഗ്ഷൻ എന്നല്ലേ, അത് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. ഫൈൻഡ് ദ റോൺസ്കിയൻ കറസ്പോണ്ടിങ് ടു ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. നമുക്കിപ്പോൾ കിട്ടിയത് ജനറൽ സൊല്യൂഷനാണ്. ഓക്കെ അല്ലേ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയാം ഈ എൻവലപ്പിനെ. അപ്പോൾ ഈ ജനറൽ സൊല്യൂഷനിൽ ആരാണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. c1 ഇ റൈസ് ടു എക്സ് പ്ലസ് c2 എക്സ് ഇ റൈസ് ടു എക്സ് ഉണ്ടോ. ഈ c1ൻ്റെ കൂടെ ഉള്ളതും c2ൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇത് ജനറൽ സൊല്യൂഷനാണ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ സൊല്യൂഷൻസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് നമ്മൾ പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് c1ൻ്റെ കൂടെ ഉള്ളത് ഇത് എക്സ്പാൻഡ് ചെയ്ത ശേഷം കേട്ടോ, അങ്ങനെ കോമൺ ആയിട്ടൊന്നും എടുക്കാൻ പാടില്ല, ഫുൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരൊറ്റ ഫോം ആക്കണം. എന്നിട്ട് c1ൻ്റെ കൂടെ വരുന്ന ആളെ നമ്മൾ y1 എന്നും c2ൻ്റെ കൂടെ വരുന്ന ആളെ നമ്മൾ y2 എന്നും വിളിക്കുക. അതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ, അപ്പോൾ ജനറൽ സൊല്യൂഷൻ നിന്നും സൊല്യൂഷനിലേക്ക് എത്താൻ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാൻ ഈ ഒരു പണി മാത്രം ഇവിടെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ y1ൻ്റെ സ്ഥാനത്ത് വരുന്നത് ഇ റൈസ് ടു എക്സും y2ൻ്റെ സ്ഥാനത്ത് വരുന്നത് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സും ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് റോൺസ്കിയൻ എഴുതണം. റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y1ഉം y2 മാത്രം പോരാ, y1 ഡാഷും y2 ഡാഷും കൂടെ വേണം. ആദ്യം y1 ഡാഷ് ഇ റൈസ് ടു എക്സ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് തന്നെ ഇ റൈസ് ടു എക്സ് തന്നെ. നെക്സ്റ്റ് y2 ഡാഷ്, y2 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന പ്രൊഡക്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റ് വന്നാൽ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ് 1. ഓക്കെ അല്ലേ, ഒരു വേരിയബിളിനെ അതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 ആയിരിക്കും. ദാറ്റ് ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ്. ഇതാണ് y2 ഡാഷ്. ദെർഫോർ റോൺസ്കിയൻ y1 y2 ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഇതല്ലേ നമ്മൾ റോൺസ്കിയൻ്റെ ഫോർമുല. ദാറ്റ് ഈക്വൽസ് ഡിറ്റർമിനൻറ്റ്, ആദ്യം y1 എഴുതാം, ഇ റൈസ് ടു എക്സ് ദെൻ y2 കുറച്ച് ഇങ്ങോട്ട് എഴുതാം അല്ലേ, എക്സ് ഇ റൈസ് ടു എക്സ് y1 ഡാഷ് ഇ റൈസ് ടു എക്സ് തന്നെ y2 ഡാഷ് എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ്. ഇതാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക? ദാറ്റ് ഈക്വൽസ് ഇ റൈസ് ടു ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇ റൈസ് ടു എക്സ് ഇൻറ്റു ബ്രാക്കറ്റ് എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ഇതല്ലേ സംഭവിക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. സോ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്താണ്? ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്, പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് വീണ്ടും എന്താണ്? ഇ റൈസ് ടു എക്സ് ഹോൾ സ്ക്വയർ ആണ്, മൈനസ് എക്സ് ഇ റൈസ് ടു എക്സ് ഹോൾ സ്ക്വയർ. ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? എക്സ് ഇ റൈസ് ടു എക്സ് ഹോൾ സ്ക്വയറും എക്സ് ഇ റൈസ് ടു എക്സ് ഹോൾ സ്ക്വയറും കൂടെ വെട്ടിപ്പോവും. ബാക്കി ആരുണ്ടാവും? ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഇ റൈസ് ടു എക്സ് എന്ന് എഴുതാം നമുക്ക് അതിനല്ലേ. ഇതാണ് ഇവിടെ ചോദ്യം വന്നാൽ നമുക്ക് ചെയ്യാനുള്ള ജോലി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാവുന്നതാണ് കേട്ടോ. റോൺസ്കിയൻ കറസ്പോണ്ടിങ് ടു ദ സൊല്യൂഷൻ ഓഫ് എന്നിട്ട് ഇതുപോലെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും. നിങ്ങൾ അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ആദ്യം കാണാം. ജനറൽ സൊല്യൂഷനിൽ നിന്നും അതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് c1ൻ്റെ കൂടെ ഉള്ളത് y1 ആയിട്ടും c2ൻ്റെ കൂടെ ഉള്ളത് y2 ആയിട്ട് എടുക്കുക, എന്നിട്ട് റോൺസ്കിയൻ കണ്ടെത്തുക. സോ നെക്സ്റ്റ്, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന
സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്കൊരു ജനറൽ സൊല്യൂഷൻ കിട്ടുമല്ലോ. ജനറൽ സൊല്യൂഷനിൽ എപ്പോഴും C1ഉം C2ഉം ആർബിട്രറി കോൺസ്റ്റൻസ് തന്നെ പറയാം. ആർബിട്രറി കോൺസ്റ്റൻസ് പ്രസൻ്റ് ആയിരിക്കും. അതെങ്ങനെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ അകത്ത് ഈ C1ൻ്റെയും C2ൻ്റെയും ആക്ച്വൽ വാല്യൂ കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ y(0) y' ഇതിന് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയാം, ഈ കണ്ടീഷൻ തരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആർബിട്രറി കോൺസ്റ്റൻറ്റിൻ്റെ ആ ഒരു വാല്യൂ, ആ പർട്ടിക്കുലർ വാല്യൂ കണ്ടെത്താനാണ് നമ്മൾ ഈ കണ്ടീഷനോടെ അപ്ഡേറ്റ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ദ ഓക്സിലറി ഇക്വേഷൻ m² + 2m + 2 = 0. അപ്പോൾ ഒന്നുകിൽ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാലും മതി കേട്ടോ. മൾട്ടിപ്പിൾ ചെയ്താൽ 2, ആഡ് ചെയ്താൽ 2, അങ്ങനത്തെ 2 നമ്പർ ഉണ്ടോ? ഗുണിച്ചാൽ 2ഉം കൂട്ടിയാൽ 2ഉം ഇല്ല, ഉറപ്പല്ലേ, ആ നമ്പർ ഇല്ല. അപ്പോൾ അങ്ങനെ വരാതാവുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, -b, അങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഞാൻ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നും. +or - b² - 4ac whole divided by 2a. That is -2 +or - √4 - 4 into 2, 8 all divided by 2. That equal to -2 +or - √4 - 8 - 4 whole divided by 2. That equals -2 +or - റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വരുമ്പോഴാണ് i വരിക. √4 എത്രയാണ്? 2 കൂടെ i ഉണ്ടാവും, ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈക്വൽസ് -2 + 2i divided by 2 or -2 - 2i divided by 2. ദാറ്റ് ഈക്വൽസ്, എല്ലാത്തിനും 2 വെട്ടി കളയാലോ, കോമൺ അല്ലേ. അപ്പോൾ -1 + i -1 + 1i അഥവാ -1 + i, ഇതാ 2 ഇവിടുന്ന് പുറത്തെടുക്കുക, താഴത്ത് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ 2 പുറത്തെടുക്കുക, ഡിവൈഡ് ചെയ്താൽ -1 - i. ഈ കോംപ്ലക്സ് നമ്പർ എപ്പോഴും ഇങ്ങനെ കോൺജുഗേറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് 1 + 2i ആണെങ്കിൽ അടുത്ത് 1 - 2i ഉറപ്പായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ റൂട്ട്സ് ഏതൊക്കെയാണ്? ദെയർഫോർ m is equal to -1 + i -1 - i or -1 + or - i, അങ്ങനെയും പറയാം. അപ്പോൾ ആൽഫനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇവിടെ -1 ആണ്, ബീറ്റനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 ആണ്. ആൽഫ എന്ന് പറയുമ്പോൾ റിയൽ പാർട്ട് ആട്ടോ. റിയൽ പാർട്ട് ഇവിടെ മൈനസും പ്ലസ്സും ഒക്കെ വരാം, ഓക്കെ അല്ലേ. ഇമാജിനറി പാർട്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ഐൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ് ആ മോഡൽ, ആ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് എടുക്കാം. ദെയർഫോർ y is equal to, എന്താണ് ജനറൽ സൊല്യൂഷൻ? e⁻⁴x, ദാറ്റ് ഈസ് -1x എന്ന് പറഞ്ഞാൽ -x അല്ലേ, ഇൻറ്റു C1 cos β1. ഇവിടെ ആൽഫ -1 ബീറ്റ 1. ഓക്കെ. അപ്പോൾ cos 1x cos x പ്ലസ് C2 sin 1x sin x. ഓക്കെ അല്ലേ. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ജനറൽ സൊല്യൂഷൻ. ഈ ജനറൽ സൊല്യൂഷൻ്റെ അകത്ത് C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കണ്ടെത്താനാണ് നമുക്ക് ഈ ഇനീഷ്യൽ കണ്ടീഷൻ ക്വസ്റ്റ്യൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ പറയുന്ന കാര്യം? അപ്പോൾ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ദെയർഫോർ y = C1 e⁻⁻x cos x plus C2 e⁻⁻x sin x, ഇങ്ങനെല്ലാം ഉണ്ടാവുക. യെസ്. അപ്പോൾ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നിടാം. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, നമ്മുടെ ടാർഗറ്റ് ഇതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് C1 C2 കണ്ടെത്തണം. അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ഈ കണ്ടീഷൻ അനുസരിച്ച് കണ്ടെത്തണം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ y(0 = 0), അതായത് y എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ. അപ്പോൾ y 0 ആകും എപ്പോൾ? അതിൻ്റെ അകത്ത് x 0 ആകുമ്പോൾ. രണ്ടാമത്തെ കണ്ടീഷൻ y'15 ആകും എപ്പോൾ? അതിൻ്റെ അകത്ത് x 0 ആകുമ്പോൾ. ഓക്കെ, അതാണ് ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നേരത്തെ ഇതിന് മുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, അതേപോലെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിക്കുക നോക്കിക്കേ. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ y(0) = കണ്ടീഷൻ എന്തായാലും = 0 അല്ലേ.
ഇംപ്ലൈസ് എന്താ സംഭവിക്കുക, y 0 ആകും. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ y എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഈ ലെഫ്റ്റ് സൈഡ്, ഇത് 0 വരും. എപ്പോൾ ഇതിൻ്റെ അകത്തുള്ള റൈറ്റ് സൈഡിലുള്ള എക്സ് ഒക്കെ 0 ആവുമെങ്കിൽ, അത് സൈമൾട്ടേനിയസ് ആയിട്ടാണ്. ഇവിടുത്തെ എക്സ് ഒക്കെ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈയും 0 ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ 0 ഈക്വൽ ടു C1 e റൈസ് ടു 0 -0 എന്ന് എഴുതണ്ട, 0 എന്ന് എഴുതിയാൽ മതി, കോസ് 0 പ്ലസ് C2 e റൈസ് ടു 0 സൈൻ 0. നമുക്കറിയാം സൈൻ 0 ആണ്, കോസ് 0 1 ആണ്. അതൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സയൻറ്റിഫിക്കലും ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ദിസ് ഇംപ്ലൈസ് 0 ഈക്വൽ ടു C1 e റൈസ് ടു 0 1 ആണ്, കോസ് 0 1 ആണ്, ഇൻറ്റു 1 പ്ലസ് C2 ഇൻറ്റു e റൈസ് ടു 0 1 ആണ്, പക്ഷേ സൈൻ 0 ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ദാറ്റ് ഇംപ്ലൈസ് 0 ഈക്വൽ ടു C1 ഇൻറ്റു 1 അഥവാ C1, വിച്ച് ഇംപ്ലൈസ് C1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് C1ൻ്റെ വാല്യൂ ഇപ്പോൾ തന്നെ കിട്ടി 0 ആണെന്ന്. അത് നേരെ നമ്മളെ ഇക്വേഷൻ 1ൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുക. ദെർഫോർ 1 ഇംപ്ലൈസ് വാട്ട്, y ഈസ് ഈക്വൽ ടു C1. C1ൻ്റെ വാല്യൂ എടുക്കുക. വാട്ട് ഈസ് C1? 0 അല്ലേ? അപ്പോൾ 0 ഇൻറ്റു e റൈസ് ടു -x cos x പ്ലസ് C2 ഇൻറ്റു e റൈസ് ടു -x sin x. ദാറ്റ് ഇംപ്ലൈസ് y ഈക്വൽ ടു ഫസ്റ്റ് ടേം 0 ആയി, ബാക്കി C2 e റൈസ് ടു -x sin x. ഇപ്പോൾ ഇതാണ് നമ്മളെ അപ്ഡേറ്റഡ് വെർഷൻ ഓഫ് y എന്ന് പറഞ്ഞത്, സൊല്യൂഷൻ്റെ അപ്ഡേറ്റഡ് ഫോം എന്ന് പറഞ്ഞത്. C1 0 ആയി, നമ്മൾ C1 തിരഞ്ഞെടുക്കണ്ട. ഇനി C2ൻ്റെ വാല്യൂ എന്താ വരുന്നത് കൂടെ നമുക്ക് അറിയാൻ പറ്റിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇനി 2ലാണ് നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ അടുത്ത ഫർദർ കണ്ടീഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ വരും, y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 15 എന്നാണ് അല്ലേ? അതായത് ഈ സൊല്യൂഷൻ്റെ ഡെറിവേറ്റീവാണ് ഈ y ഡാഷ് നടത്താക്കുന്നത് കേട്ടോ. അപ്പോൾ കിട്ടിയ ഈ ഇക്വേഷൻ നമ്പർ 2 ഇതാണ് y ഇനി മുതൽ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 15 ആകും എപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ് 0 ആകുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് കാണണം, നമ്മുടെ കയ്യിൽ ഡെറിവേറ്റീവ് ഇല്ല. സോ വാട്ട് ഈസ് y ഡാഷ്? y ഡാഷ് എന്ന് പറയുമ്പോൾ വലതുഭാഗത്ത് ഒറ്റ ടേമേ ഉള്ളൂ അല്ലേ? പ്ലസ് മൈനസ് ഇട്ട് 2ൽ കൂടുതൽ 1ൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ കോൺസ്റ്റൻറ്റ് നമുക്ക് മാറ്റി നിർത്താം. കോൺസ്റ്റൻ്റ് ആയിട്ട് ആരുണ്ട്? C2 ഉണ്ട്. പിന്നെ ആരൊക്കെ ഉണ്ട്? e റൈസ് ടു -x ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ e റൈസ് ടു -xലും എക്സ് ഉണ്ട്, സൈൻ എക്സിലും എക്സ് ഉണ്ട്. പ്രൊഡക്റ്റാണ്, പ്രൊഡക്റ്റ് വന്നാൽ പ്രൊഡക്റ്റ് റൂൾ. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സാധനം e റൈസ് ടു -x എന്ന് പറയുമ്പോൾ എന്താണ്? e റൈസ് ടു x ആണ് സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലേ? സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ എന്ത് മൈന്യൂട്ട് ചേഞ്ച് വന്നാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയിൻ റൂൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയിൻ റൂൾ പ്രകാരം നമ്മളെങ്ങനെ എഴുതുക? അത് ഏതിൻ്റെ റിസൾട്ടാണ് നോക്കുക? e റൈസ് ടു -x എന്ന് പറഞ്ഞാൽ e റൈസ് ടു എക്സിൻ്റെ ഫോമാണ്. അപ്പോൾ e റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ e റൈസ് ടു എക്സ് അല്ലേ പഠിച്ചിട്ടുള്ളത്. സോ e റൈസ് ടു -x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇൻസൈഡ്. ഇൻസൈഡ് മീൻസ് -x. -xൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? മൈനസ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ അല്ലേ? നമ്മളിത് ഇതിൻ്റെ മുന്നേ റോൺസ്കി എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതേ കേസ് തന്നെ കേട്ടോ. ദെർഫോർ y ഡാഷ് ഈക്വൽസ് C2 e റൈസ് ടു -x cos x പ്ലസ് ഇൻറ്റു മൈനസ് സിംപ്ലി മൈനസ് e റൈസ് ടു -x sin x. ഓക്കെ അല്ലേ? ഇതിൻ്റെ അകത്താണ് നമ്മളെ കണ്ടീഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത്. ദെർഫോർ വാട്ട്, ഈ y ഡാഷ് എന്താവുന്ന പറഞ്ഞത്? 15 ആവുന്ന പറഞ്ഞത് അല്ലേ? എപ്പോൾ? വെൻ x ഈക്വൽ ടു 0. അപ്പോൾ കണ്ടീഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ദെർഫോർ y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 15 ഇംപ്ലൈസ് y ഡാഷ് 15 ആകും. ഓക്കെ അല്ലേ? ഈക്വൽ ടു C2 ഇൻറ്റു എപ്പോഴാണ്? x 0 ആവുമ്പോൾ. അപ്പോൾ e റൈസ് ടു 0 cos 0 മൈനസ് e റൈസ് ടു 0 sin 0 ദാറ്റ് ഈക്വൽസ് C2 ഇൻറ്റു e റൈസ് ടു 0 1 ആണ്, cos 0യും 1 ആണ്. അപ്പോൾ അത് 1 മൈനസ് e റൈസ് ടു 0 1 ആണ്, പക്ഷേ sin 0 0 ആണ്. ദിസ് ഇംപ്ലൈസ് C2 ഈക്വൽ ടു C2 ഇൻറ്റു 1 എന്നല്ലേ വരിക? 1 മൈനസ് 0 1 ആണല്ലോ. അപ്പോൾ C2 ഇൻറ്റു 1 C2 ഈക്വൽ ടു 15. അപ്പോൾ C2ൻ്റെ വാല്യൂ നമുക്ക് 15 എന്ന് കിട്ടി.
അപ്പോൾ നമ്മളെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ 2 ആണ്. അതിൻ്റെ അകത്ത് കൊടുത്താൽ നമ്മളെ ഫൈനൽ ആൻസറായി. ദെർഫോർ ഇക്വേഷൻ 2 ഇംപ്ലൈസ് y ഈക്വൽ ടു what is y? c2 e raised to minus x sin x. That means c2 15 e raised to minus x then sin x അല്ലേ. ഇവിടെ നമ്മൾ ഇക്വേഷൻ 2 യെസ് 50 c2 e raised to minus x sin x. അപ്പോൾ e raised to minus x sin x ഇതാണ് നമ്മളെ ഫൈനൽ ആൻസർ വരിക. ഓക്കെ.